ഇതാണ് കേട്ടോ പ്രാവും കുഞ്ഞ്. ആള് വലുതായിട്ടോ, കണ്ണൊക്കെ മേച്ചു. അതായത് ഞാൻ അന്ന് വീഡിയോ കാണിച്ചിരുന്നില്ലേ, ഞാൻ എൻ്റെ വീട് കാണിച്ചിരുന്ന സമയത്ത് ഇവൻ്റെ വീഡിയോ കാണിച്ചു തന്നിരുന്നു. അതായത് അന്ന് കുഞ്ഞായിരുന്നില്ലേ, ഇതിപ്പോൾ തൂവലൊക്കെ വരുന്ന ഒരു സ്ഥിതി എത്തിയിരുന്നു കേട്ടോ. കണ്ണൊക്കെ മേച്ചു. ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് കയ്യിലൊക്കെ വെക്കാറുണ്ട്. ഇതേ കണ്ടില്ലേ, ആൾക്ക് ബൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബൂട്ടിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്, കാലിൽ തൂവലൊക്കെ വരുന്നുണ്ട്. നല്ല രസമാട്ടോ ആളെ കയ്യിലൊക്കെ കുറേ നേരം ഇങ്ങനെ പിടിച്ചിരിക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു ഈവനിങ് ടൈമിൽ ഇവനൊക്കെ എടുത്ത് ഇടയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ പ്രാവും കുഞ്ഞ്. അപ്പോൾ ഒരാളെ ഉള്ളൂ, ഒരാൾ ഡെഡായി. അത് മുട്ട വിരിക്കുന്ന സമയത്ത് ഡെഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ. അതുപോലെ ഞാൻ ഇവനെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഇവൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. അതായത് തൂവലൊക്കെ വന്ന് തുടങ്ങി, ആൾ നല്ല ആക്റ്റീവൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, പുഞ്ചിരിക്കുന്ന സമയത്താട്ടോ. അതായത് ആഫ്രിക്കൻ മുഷിക്ക് തീറ്റ കൊടുത്തിട്ടില്ല. അപ്പം ഇനി ആഫ്രിക്കൻ മുഷിക്ക് തീറ്റ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് ഞാൻ പൊതുവേ കൊടുക്കുന്നത് നാഞ്ഞൂളാട്ടോ. അതായത് ഒരുപാടൊന്നും കൊടുക്കില്ല. അതായത് രാവിലെ കുറച്ച് കൊടുക്കും, അത് കഴിഞ്ഞിട്ടും കുറച്ച് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറ്റാവുന്ന സമയത്തൊക്കെ ഞാൻ അവന് തീറ്റ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആഫ്രിക്കൻ മുഷിക്ക് ഇങ്ങനെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ലിയോ ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവന് ഞാൻ കുറച്ച് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവന് എപ്പോഴും വെള്ളം വേണം. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് അവൻ കുരച്ച് കഴിഞ്ഞപ്പോൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവന് വെള്ളം കൊടുത്തു. അപ്പോൾ അവൻ കൂട്ടിൽ ഭയങ്കര കിടത്തായിരുന്നു കേട്ടോ. പിന്നെ കുരച്ച് കഴിഞ്ഞപ്പോൾ അവൻ പുറത്തോട്ട് വന്നു. ഇതേ കണ്ടില്ലേ, അവൻ കുറച്ച് നേരം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വെള്ളം കൊടുത്താലും അവൻ എന്നോട് കുറച്ച് നേരം കൊഞ്ചി നിൽക്കും. വെള്ളമൊന്നും കുടിക്കാണ്ട് ഒരു ഇത് കാണിക്കില്ല. കുറച്ച് നേരം എന്നോടൊന്ന് കൊഞ്ചണം. അപ്പം ഞാൻ അവനൊന്ന് എടുത്തു, കുറച്ച് നേരം ഒന്ന് കൊഞ്ചി. കണ്ടില്ലേ, കൊഞ്ചാനൊക്കെ ആൾ ഭയങ്കര മിടുക്കനാട്ടോ. നമ്മളോട് ഒരുപാട് കളിക്കാനൊക്കെ നിൽക്കും. പക്ഷേ ഞാൻ അധികമൊന്നും കളിക്കാൻ നിൽക്കാറില്ല, അവൻ കൊഞ്ചി പോകുമെന്ന് വിചാരിച്ചുകൊണ്ട്. അങ്ങനെ ഞാൻ അവന് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അവനെ കൊണ്ടുപോകാൻ വന്നാണെന്നാണ് ആദ്യം അവൻ്റെ ധാരണ. അപ്പോൾ അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുക, കുറേ ചാടിയൊക്കെ നോക്കി എന്നെയും കൊണ്ടുപോകുന്നുള്ള ധാരണയിൽ. ഞാൻ നടക്കാൻ പോകാൻ വേണ്ടി അവനെ അഴിക്കാൻ വേണ്ടി ചെന്നു എന്നാണ് അവൻ്റെ ആദ്യത്തെ ധാരണ. അതുകൊണ്ടാണ് കുറേ നേരം അവനിങ്ങനെ ചാടി നോക്കുകയൊക്കെ ചെയ്തു എന്നെയും കൊണ്ടുപോകുന്നൊക്കെ. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താട്ടോ എനിക്ക് തോന്നിയത്, ഫുട്ബോൾ കളിക്കാൻ പോകാൻ സമയമായി. ഇനി എന്തായാലും ഞാൻ അങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ക്രിക്കറ്റ് ആയിരുന്നു, ഇപ്പോൾ ഫുട്ബോളാണ് കളിക്കാറുള്ളത്. കയ്യിലുള്ള ബൂട്ട് എന്തായാലും നാശമായിട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ബൂട്ടിട്ട് എനിക്ക് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ വിഷമമായിട്ടോ, ബൂട്ടില്ലാണ്ട് ഇപ്പോൾ ഇനി എങ്ങനെയാണ് കളിക്കാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് നോക്കിയപ്പോൾ എൻ്റെ കയ്യിലൊരു ഷൂ ഇരിപ്പുണ്ടായിട്ടോ. അപ്പോൾ ഇനി ഈ ഷൂ ഇട്ടിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലിരിക്കുന്ന ഷൂ ഇതാട്ടോ. ഇന്ന് ഈ ഷൂ ഇട്ടിട്ട് കളിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും വേറെ നിവൃത്തിയില്ല, ഇന്നിപ്പോൾ എന്തായാലും ബൂട്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഷൂ ഇട്ടിട്ട് കളിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഷൂ ഒക്കെ ഇട്ടു. അങ്ങനെ ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ പോകേണ്ട റെഡി ആവലൊക്കെ ആയിട്ടോ. അങ്ങനെ ഞാൻ ജേഴ്സി എടുത്തിട്ടു. ഇതാട്ടോ ഞാൻ കളിക്കാൻ പോകുമ്പോൾ ഇടുന്ന ജേഴ്സി. ഈ ജേഴ്സി വെച്ചാണ് ഞാൻ കളിക്കാറ്. അപ്പോൾ ഇനി കളിക്കാൻ പോകണം. അപ്പോൾ ഞാൻ എന്തായാലും കളിക്കാൻ പോകേണ്ട സ്ഥിതിയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കളിക്കാൻ പോകുന്ന സമയമാണ് കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അടുത്ത വീഡിയോ കാണാം നമുക്ക്.